आपको फूल चाहिए? सिर्फ 5 रुपए साहब। इन फूलों को देखिए साहब, सिर्फ 4 रुपए। साबी, ये ठीक बात नहीं है। ये मेरे फूल हैं, मैं अपनी मर्जी से बेचूंगी। 4 रुपये साहब। ले लो साहब, 3 रुपए बस। 2 रुपये साहब। ले लो सर। मुझे पैसे नहीं चाहिए। यहाँ किसी को फूल नहीं चाहिए। भाभी, സുലേഖയ്ക്ക് ഒരു നേരത്തെ അറിയാമോ? എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ 2 കൂട്ടുകാരികളുണ്ടെന്ന് ഞാൻ എഴുതിയിരുന്നില്ലേ? അതിവരാ. ഓ, വൺ സാബിറ. वो मैं हूँ. മറ്റേയാളുടെ പേര് മറന്നുപോയി. സുനിയെ, आपका മലയാളത്തിൽ ചോദിച്ചോളൂ, അവർക്കറിയാം. ഞാൻ ഹിന്ദി പഠിക്കുന്ന കൂട്ടത്തിൽ അവര് നമ്മുടെ ഭാഷയും പഠിച്ചു തുടങ്ങി. ഇതാരാ ഭാബി? ഇക്കാക്ക. ഇക്കാക്ക? ഇക്കാക്ക എന്നാ? ഇക്കാക്ക എന്ന് പറഞ്ഞ ബഡാബായി. ബഡാബായി ഇക്കാക്ക. ട്യൂഷനൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പോവാം. പേര് പറഞ്ഞില്ല. നസീമ. അപ്പോ ഇതിന് കാശ് വേണ്ടേ? സാബിറ, അവർ നിങ്ങളെ ഉപദ്രവിച്ചല്ലേ? മുझे माफ कीजिए साहब. വിരോധമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വരൂ. बैठिए साहब. ഇത് നസീമ, എന്റെ കൂട്ടുകാരി. നിങ്ങളുടെ മാത്രം? ജബ്ബാർ ഖാനും ഇവളുമായുള്ള ബന്ധമാണ് ഞാൻ ചോദിച്ചത്. എന്റെ ചേട്ടന്റെ എല്ലാമായിരുന്നു അവൾ. ഒരു ഭ്രാന്തനെ പോലെ ചേട്ടനോട് സ്നേഹിച്ചു. രാജേന്ദ്രൻ, നീ തെറ്റിദ്ധരിച്ചതാണ്. ജബ്ബാർ ഖാന്റെ വീട്ടിൽ വെച്ച് നീ കണ്ട ഫോട്ടോ ഒരിക്കലും ശ്രീദേവിയുടേതാവില്ല. അല്ലെന്ന് പറയാൻ ആ ഫോട്ടോ അമ്മാവൻ കണ്ടില്ലല്ലോ. ഇനി എന്നെ വിട്ടിയാക്കാൻ നോക്കരുത്. സാബിറ എന്നോട് എല്ലാം പറഞ്ഞു. ജബ്ബാർ ഖാനും ശ്രീദേവിയും തമ്മിൽ പരിചയമുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ അവരോട് സ്നേഹിച്ചിരുന്നു. ഈ സത്യം അമ്മാവനും അറിയാമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുകയാണ്. സത്യം എന്താണെന്ന് കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. രാജേന്ദ്രൻ, അല്പം കൂടി ക്ഷമിക്കൂ. എന്നെ വഞ്ചിച്ചവൾ ഒരിക്കലും ഞാൻ ശ്രമിക്കില്ല. നിൽക്കൂ. നീ ഇപ്പൊ ശ്രീദേവിയെ കാണരുത്. എനിക്ക് അവളെ ബോധ്യപ്പെടുത്തണം ഞാനൊരു വിട്ടിയല്ലെന്ന്. കുറ്റി അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഞാനത് സമ്മതിക്കില്ല. ആരുടെ സമ്മതമില്ലെങ്കിലും ഞാൻ അവളെ കാണും. രാജേന്ദ്ര, ശ്രീദേവി എന്റെ ഭാര്യയാണ്. ആയിരുന്നു. എന്നാൽ ഇപ്പോ നിയമപ്രകാരം വിവാഹമോചനം നേടിയില്ലെങ്കിലും മനസ്സുകൊണ്ട് നീ അവളെ ഉപേക്ഷിച്ചല്ലേ. സ്നേഹവും പരിചരണവും ആവശ്യമായ ഈ അവസരത്തിൽ നീ അവളോട് കാണിച്ച ക്രൂരത നേരിൽ കണ്ടവനാണ് ഞാൻ. ഇനിയത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മാവൻ എന്നെ തടയരുത്. അമ്മാവന്റെ അധികാരത്തിലല്ല, തന്റെ രോഗിയെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഡോക്ടർ നിലയ്ക്ക് നിന്നെ ഞാൻ തടയും. കടന്നു പോകൂ. ഇല്ല. कौन है तुम? जब्बार खान. मेरी तलाश की तुम?
എനിക്ക് ഹിന്ദി അറിയില്ല. എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു? അദ്ദേഹം അവിടെ രാജേട്ടൻ. മൂന്ന് കിടന്നോളൂ, രാജേന്ദ്രൻ ഇപ്പൊ വരും. भाईजान, तुम कुछ खाए बिना कितने दिन रह सकोगे? कुछ खा लो. जब तक नसीमा वापस आएगी नहीं, मैं खाऊंगा नहीं. नसीमा कभी नहीं आएगी. नहीं, और जरूर आएगी. मैंने उसको देखा था. ठीक है, अब कुछ खाओ. I am not in a position to diagnose this case. Excuse me, doctor. I am not a psychiatrist. But in my opinion, this is a case of dual personality or split personality. One is Nasima, a Kashmir village girl. The other is my niece, Sridevi. What do you mean? Something beyond our logic and science. You may not believe it. But the truth is there. What's that? Reincarnation. I mean, പുനർജന്മ. പുനർജന്മവും ഇത്തരം കെട്ടുകഥകൾ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ലേ ഞാൻ. പുനർജന്മത്തെ സൂചിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറില്ലേ? അവയെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. രാജേന്ദ്രന് സംശയമുണ്ടെങ്കിൽ റഹീമിന്റെ വീട്ടിൽ പോയാൽ 20 വർഷം മുമ്പ് അവിടെ ജീവിച്ചിരുന്ന നസീമി എന്ന പെൺകുട്ടിയുടെ കഥ കേൾക്കാം. സാബ്രയുടെ വീട്ടിൽ നീ കണ്ട ഫോട്ടോ നസീമയുടേതാണ്. ജബ്ബാർ ഖാൻ സ്നേഹിച്ച പെൺകുട്ടി ശ്രീദേവിയല്ല, നസീമയാണ്. 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചൊരു കുറ്റവാളിയാണ് ജബ്ബാർ ഖാൻ എന്ന് നിനക്കറിയാൻ കഴിയും. ഈ ഗ്ലാസ് ഞാൻ നിനക്ക് വേണ്ടി ഒഴിച്ചു വെച്ചതാണ്. കഴിക്കും. വേണ്ട. നിന്റെ പ്രായത്തിൽ തറവാട്ടിലെ കാരണവന്മാർ കഴിക്കുന്നത് ദൂരെ നിന്ന് പോലും നോക്കിക്കാണാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഇന്ന് കാലം മാറിയില്ലേ? നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. Come on, take it. ഇന്നും അവിവാഹിതനായി കഴിയുന്ന എനിക്ക് ഒരു ഭർത്താവിന്റെ മാനസിക നില അറിയാൻ കഴിയില്ലെന്ന് നീ പറഞ്ഞു. പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും സുഖദുഃഖങ്ങൾ പങ്കിടാനും ഒരു കൂട്ടുകാരിയെ കണ്ടെത്തുകയാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരുവളുണ്ടായിരുന്നു. ശ്രീദേവിയുടെ അച്ഛൻ്റെ അനിയത്തി അമ്മിണി. കഴുത്തിൽ താലി കെട്ടും മുമ്പ് മനസ്സുകൊണ്ട് ഞാൻ അവളെ സ്വീകരിച്ചു. എനിക്കൊരു ജോലി കിട്ടിയിട്ട് വീട്ടുകാരെ അറിയിച്ചാൽ മതിയെന്നാണ് ഞങ്ങൾ കരുതിയത്. അമ്മിണി കാത്തിരുന്നു. എന്നാൽ എന്റെ അഹുസർജൻസ് കഴിയുന്നതിന് മുമ്പ് സെറിബ്രൽ ഹാമറേജിൽ അവൾ കുഴഞ്ഞു വീണു. ഒരു ഭാഗം തളർന്ന നിലയിൽ അമ്മിണി പിന്നെയും 7 വർഷം ജീവിച്ചു. അന്ന് ആ കിടക്കക്കരികിലിരുന്ന് ശുശ്രൂഷിച്ചവനാണ് ഞാൻ. എന്റെ അമ്മിണി മരിച്ചു. ഇന്നും എന്റെ മനസ്സിൽ അവൾ ജീവിക്കുന്നു. ആ ബന്ധം നിലനിർത്താൻ അമ്മിണിയുടെ തറവാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുകയാണ് നിന്റെ വിവാഹം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ശ്രീദേവിയോടൊപ്പം നീ എന്നെ തെറ്റിദ്ധരിച്ചു. അമ്മാവൻ എന്നോട് ക്ഷമിക്കൂ. എങ്ങനെയെങ്കിലും എന്റെ ശ്രീദേവിയുടെ രോഗം മാറ്റിയെടുക്കും. സാധാരണ ചികിത്സ കൊണ്ട് മാറ്റാവുന്ന രോഗമല്ല അവളുടേത്. ഒരു പരീക്ഷണം എന്ന നിലയിൽ ഞാനതിന് ശ്രമിക്കുകയാണ്.
പൂർവ്വജന്മത്തിലേക്ക് വഴുതി പോകുന്ന ശ്രീദേവിയുടെ മനസ്സും ബുദ്ധിയും വീണ്ടെടുക്കണമെങ്കിൽ നസീമയുടെ കഥ മുഴുവൻ ശ്രീദേവി ഓർമ്മിപ്പിക്കണം. അതിന്റെ അന്ത്യത്തിൽ ആ ഓർമ്മകൾ മരവിപ്പിക്കണം. എങ്കിൽ മാത്രമേ ശ്രീദേവിയെ നമുക്ക് തിരിച്ചു കിട്ടൂ. നസീമയല്ല, ശ്രീദേവിയാണ് താനെന്ന് ശ്രീദേവിയെ ബോധ്യപ്പെടുത്തണം. ആ, ഒരു റഹീമിന്റെ വീട്ടിൽ നീ പോയിരുന്നില്ലേ? അയാളും ഭാര്യയും സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. നാളെ നമുക്ക് ആ വീട്ടിൽ പോകണം. നിനക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? വരൂ. പരിഭ്രമിക്കണ്ട. ഇവരെ നിനക്ക് പരിചയമില്ലേ? റഹീം സാബും ബാബിയും. നിനക്കവർ ഓർമ്മയില്ല? ശ്രീദേവി, ശ്രീദേവി, വരൂ വരൂ. സുലേഖ, നീ കരയരുത്. എനിക്ക് അവളെ കാണുമ്പോൾ ധൈര്യമായിരിക്കും. ഒരു ജീവൻ രക്ഷിക്കാനാണ് അവർ നമ്മുടെ സഹായം ആവശ്യപ്പെടുന്നത്. ഡോക്ടർ നായർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? വരൂ.
ഡോക്ടർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? റഹീമിന്റെ ഭാര്യ നസീമയുടെ കൂട്ടുകാരിയായിരുന്നല്ലോ. നസീമയുടെ കഥ ശ്രീദേവി കേൾക്ക് ഞങ്ങളോട് പറയട്ടെ. ഞാനിവിടെ വന്ന കാലത്ത് ഭാഷ അറിയാതെ നന്ദി വിഷമിച്ചു. അന്നെന്നെ സഹായിച്ചത് ഇവളും സാബിറയുമായിരുന്നു. भाभी, आप क्या बना रही हैं? मुझे मालूम है ये चावल है। नहीं पुलाव है। नहीं ये चावल है। नहीं पुलाव है। नहीं ये चावल है। नहीं पुलाव है। नहीं ये चावल है। पुलाव है। चावल पुलाव चावल पुलाव चावल। तुझे कैसे मालूम? तुझे कैसे अरे मालूम? अरे तुम लोग झगड़ा मत करो. ये चावल है. हाँ ആര് ചാവുന്ന കാര്യം ഇവരീ പറയുന്നത്? ചാവുകയല്ല, നമ്മുടെ ചോറിന് ഹിന്ദിയിൽ ചാവൽ എന്ന് പറയും. आप लोग चावल को क्या कहते हैं? ചോറ്. चोर ऐसा बोलकर फायदा नहीं है. लिखकर पढ़ लो. लिखकर? मेरी बीवी को हिंदी लिखना पढ़ना सिखाओ. मैं सिखाऊंगी. नहीं मैं सिखाऊंगी भाभी. नहीं मैं सिखाऊंगी. नहीं मैं सिखाऊंगी. मैं सिखाऊंगी. मैं सिखाऊंगी. मैं सिखाऊंगी. मैं सिखाऊंगी. अरे इसमें क्या है? दोनों सिखाइए. अच्छा अच्छा. ഇവരെന്താ പറഞ്ഞതറിയാമോ? നാളെ മുതൽ ഇവർ രണ്ടുപേരും നിന്നെ ഹിന്ദി പഠിപ്പിക്കും, എഴുതാനും വായിക്കാനും. ओह